മറ്റത്തൂരിലെ ബി.ജെ.പി. കൂട്ടുകെട്ടിന്മേൽ വിവാദം പുകയുന്നതിനിടെ രാജ്യസന്നദ്ധത അറിയിച്ച വിമത കോൺഗ്രസുകാർ തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ ഉടൻ രാജിവെക്കും. പാർട്ടി എടുക്കുന്ന ഏതു തീരുമാനവും അംഗീകരിക്കുമെന്ന് ഡി.സി.സി. പ്രസിഡന്റ് പിഴവുണ്ടായെന്ന് കെ.പി.സി.സി. അധ്യക്ഷനെ ബോധ്യപ്പെടുത്തിയെന്നും വിമത നേതാവ് ടി.എം. ചന്ദ്രൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അതിനിടെ തൃശൂരിലെ 4 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഓപ്പറേഷൻ ലോട്ടസ് മാതൃകയിൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയ നീക്കം നടന്നതായുള്ള വിവരങ്ങളും ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി മറ്റത്തൂരിലുണ്ടായ വിവാദങ്ങളിൽ ഡി.സി.സി. കെ.പി.സി.സി. നേതൃത്വങ്ങൾ രണ്ട് തട്ടിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് വിമത കോൺഗ്രസ് നേതാക്കളും കെ.പി.സി.സി. നേതൃത്വം തമ്മിൽ നടന്ന കൂടിക്കാഴ്ചകളും ചർച്ചകളും. ബി.ജെ.പി. പിന്തുണ തേടിയ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ രാജിവെക്കണമെന്ന ഡി.സി.സി. നിർദ്ദേശം തള്ളിയവർ കെ.പി.സി.സിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് രാജ്യസന്നദ്ധത പരസ്യമാക്കുന്നത്. രാജ്യസന്നദ്ധത നിങ്ങൾ അറിയിച്ചു എന്നുള്ളതാണ് അങ്ങനെ പറയപ്പെടുന്നുണ്ട്, അത് ശരിയാണോ? തീർച്ചയായും പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങൾ അനുസരിക്കുമെന്ന് തന്നെയാണ്. പാർട്ടിക്ക് ഇത്രയേറെ അവമതിപ്പുണ്ടാക്കി എന്ന് പറയുന്ന ഈ വിഷയങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് ഡി.സി.സി. പ്രസിഡന്റിന്റെ അവധാനതയില്ലായ്മ ഇടപെടൽ മാത്രമാണ്. ബി.ജെ.പിയുമായി ചർച്ച നടത്തിയെന്ന് അദ്ദേഹം തെളിയിച്ചാൽ ഞാൻ അദ്ദേഹത്തിന് കാൽക്കൽ വീണ് മാപ്പ് പറയാൻ തയ്യാറാണ്. മറ്റത്തൂരിലെ കോൺഗ്രസുകാർ തെറ്റ് അംഗീകരിച്ചു കഴിഞ്ഞെന്നും ആരാണ് നടപടി പ്രഖ്യാപിക്കേണ്ടത് എന്ന കാര്യത്തിലാണ് അവർക്ക് തർക്കമുള്ളതെന്നും ജോസഫ് ടാജറ്റ്. പരാതി പറയുന്നവരെ കേൾക്കുക എന്നത് കെ.പി.സി.സിയുടെ സ്വാഭാവിക നടപടിയാണ്. എന്നാൽ മുമ്പ് താൻ പ്രഖ്യാപിച്ച നിലപാടിൽ നിന്നും ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ലെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുകയും അതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പാർട്ടിയുടെ നടപടി സ്വീകരിച്ചു. ഇനി കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ നടപടികളിലേക്കാണ് ഞങ്ങൾക്ക് കടക്കാനുള്ളത്. അത് ഞങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. മറ്റത്തൂരിനെ മാതൃകയാക്കി തൃശൂരിലെ മറ്റ് 3 പഞ്ചായത്തുകളിലും ഓപ്പറേഷൻ ലോട്ടസ് മാതൃകയിൽ ബി.ജെ.പി. രാഷ്ട്രീയ നീക്കം നടത്തിയതായുള്ള വിവരങ്ങളും ഇതിനോടകം പുറത്തുവന്നു. പാറളം, വല്ലച്ചിറ, അവണ്ടിശ്ശേരി പഞ്ചായത്തുകളിൽ ബി.ജെ.പിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളാണ് ഭരണസമിതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. വല്ലച്ചിറയിലും അവണ്ടിശ്ശേരിയിലും പദ്ധതി പരാജയപ്പെട്ടു. എന്നാൽ താൽക്കാലിക തെരഞ്ഞെടുപ്പ് നേട്ടത്തിനപ്പുറം വാർത്താ പ്രാധാന്യവും ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള പദ്ധതിയുമാണ് ഇതിനായി ആസൂത്രണം നടത്തിയതെന്നാണ് ന്യൂസ് മലയാളത്തിന് ലഭിച്ച വിവരം. ബി.ജെ.പി. കൂട്ടുകെട്ടിനെ ചൊല്ലി വിവാദങ്ങൾ കത്തുമ്പോഴും വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനാകുന്നില്ല. മറുവശത്ത് ഇതേ പ്രശ്നത്തെ ചൊല്ലി പാർട്ടിക്കുള്ളിലെ തമ്മിലടിയും ഗ്രൂപ്പ് പോരും മറനീക്കി പുറത്തുവരികയുമാണ്. ലെവിൻ കെ. വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.